അനുഗ്രഹീതമായ ഈ സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠമായ ദൈവവചനവുമായി നിങ്ങളോടുകൂടെ ഒരു പ്രാവശ്യമായിരിക്കാൻ ദൈവം നൽകിയ സമയത്തിനായും സാവകാശത്തിനായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രവാസി ചാനലിലൂടെ നിങ്ങളരിയിലെത്തുന്ന ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. അതോടുകൂടി പ്രവാസി ചാനലിനെ ചുമതല വഹിക്കുന്ന അതിന് ചുമതലക്കാരെ ഓർത്തും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിലെ പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകളായ ഗിരിപ്രഭാഷണത്തെ ആസ്പദമാക്കിയാണോ ഈ പഠന പരമ്പരയിൽ ഞാൻ നിങ്ങളുമായി പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ ക്ലാസ് ഭാഗങ്ങളാണ് കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായിട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 34 വരെയുള്ളതായ വേദഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളിൽ അതിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. ധനം എന്ന് പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ്റെ ആഗ്രഹം, അതുപോലെ തന്നെ അവൻ്റെ കണ്ണ് അതിലായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉള്ള പ്രകാശം നഷ്ടമാകുന്ന അവസ്ഥ, ഭൗതികമായ വിഷയങ്ങളുടെ പിന്നാലെ പോയിട്ട് ലഭിച്ച പ്രകാശം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യൻ്റെ അവസ്ഥ നാം കാണുകയുണ്ടായി. പ്രധാനമായും ധനവാനോടുള്ള ബന്ധത്തിലാണ്, അല്ലെങ്കിൽ ധനം കൂട്ടിവെക്കുന്ന, ധനത്തിൽ സന്തോഷിക്കുകയും ധനത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്ന ആളുകളോടുള്ള ബന്ധത്തിലാണ് നാം വേദഭാഗങ്ങൾ കണ്ടത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വായിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? അപ്പോൾ ഇവിടെ നാം കാണുന്നത് സാധാരണ മനുഷ്യൻ്റെ വിഷയമാണ് കർത്താവ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, വളരെ വളരെ ശാസ്ത്രപരമായും സാങ്കേതിക വിദ്യ കൊണ്ടും ഒക്കെ ഉന്നതമായ സാഹചര്യങ്ങളുള്ളതായ അല്ലെങ്കിൽ സംവിധാനങ്ങളുള്ള ഒരു ഭൂമിയിലാണ് നാം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. നമുക്ക് എന്തിനൊരു 50 വർഷം മുമ്പ് ഒരു മനുഷ്യൻ സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന കാര്യങ്ങളാണ് നാം ഇന്ന് നമ്മുടെ സാധാരണ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. എന്നാൽ ഏത് കാലഘട്ടത്തിലുമുള്ളതായ മനുഷ്യൻ്റെ പ്രശ്നമാണ് ആകുലത അല്ലെങ്കിൽ വിചാരപ്പെടുക എന്നുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച് മാത്രമല്ല, അവൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും ഒക്കെ ആകുലതയും ചിന്താകുലങ്ങളും ഒക്കെ ഉള്ളവനാണ് മനുഷ്യൻ. തന്നെക്കുറിച്ച് തന്നെയുള്ളതായ ചിന്താകുലം, തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ളതായ ആകുലത, മക്കളെക്കുറിച്ചുള്ളതായ ആകുലത, ജോലിയോടുള്ള ബന്ധത്തിൽ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നിലകളിൽ മനുഷ്യൻ ആകുലപ്പെടുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കൽപ്പന പോലെയാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിചാരപ്പെടരുത്, ആകുലപ്പെടരുത്. നിങ്ങൾ ഈ വേദഭാഗം നോക്കിയാൽ മത്തായിയുടെ സുവിശേഷം ഈ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 25, 31, 34 3 വാക്യങ്ങളിൽ ആവർത്തിച്ച് കർത്താവ് മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾ വിചാരപ്പെടരുത് അല്ലെങ്കിൽ ആകുലപ്പെടരുത്. അപ്പോൾ ഇത് സാധ്യമാണോ എന്നുള്ളതാണ്. നമുക്ക് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ജീവിക്കുവാൻ കഴിയുമോ? നാം പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെയും നമുക്ക് ഇതിനോട് സമാനമായ കാര്യങ്ങൾ കാണുവാൻ കഴിയും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോൾ ഇത് ദൈവവചനം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവമക്കളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. നാം ആകുലപ്പെടരുത് അല്ലെങ്കിൽ വിചാരപ്പെടരുത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിൽ പ്രധാനമായും 38 ഉപമകളാണ് കർത്താവ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ കർത്താവ് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി പ്രതിപാദിച്ചതായ 38 ഉപമകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ആ 38 ഉപമകളിൽ 16 ഉപമകളും ഭൗമികമായ വിഷയങ്ങളോട് ബന്ധപ്പെട്ടുള്ളതാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായ വിഷയങ്ങളോട് ചേർത്തുള്ളതായ ചിന്തകളാണ് 16 ഉപമകളിലും കർത്താവ് പ്രതിപാദിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ പുതിയ നിയമത്തിലെ വാക്യങ്ങളുടെ മൊത്തത്തിൽ നോക്കിയാൽ പുതിയ നിയമത്തിലെ 10 വാക്യങ്ങളിൽ ഒരു വാക്യമെങ്കിലും, ആവറേജ് ആണ് ഞാൻ ഈ പറയുന്നത്, പുതിയ നിയമത്തിലെ വാക്യങ്ങൾ 10-ൽ ഒരു വാക്യം മനുഷ്യൻ്റെ സാമ്പത്തികമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ
അല്ലെങ്കിൽ ഭൗമികമായ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നതാണ്. ഒരു വിധത്തിൽ പുതിയ നിയമത്തിൽ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലോ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നതിനേക്കാളൊക്കെ കൂടുതൽ വാക്യങ്ങൾ ഭൗമികമായ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും ആകർഷണതയുള്ളതായ അല്ലെങ്കിൽ മനുഷ്യനെ എപ്പോഴും മോഹിപ്പിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഭൗതികം നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു കർത്താവോട് പറയുന്ന വിഷയം നമുക്കൊന്നുകൂടെ ഞാൻ ആ വേദഭാഗം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അവിടെ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ്സ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അവൻ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും, ഇത് മൂന്നും അവൻ്റെ ശരീരത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ കാരണം ആഹാരം കഴിച്ചില്ലെങ്കിൽ ശരീരത്തിന് ക്ഷീണമുണ്ടാകും, വെള്ളം കുടിച്ചില്ലെങ്കിലും ശരീരത്തിന് ക്ഷീണമുണ്ടാകും, ശരീരത്തിൻ്റെ നഗ്നത മറയ്ക്കുവാനായിട്ട് വസ്ത്രവും ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ ചിന്തിക്കുന്നത് അവൻ്റെ ശരീരത്തോടുള്ളതായ ബന്ധത്തിലാണ്, ശരീരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി. ഇന്നത്തെ ലോകത്തിലേക്ക് നാം നോക്കിയാൽ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പോഷണത്തിന് വേണ്ടി ഓരോ മനുഷ്യനും ചിലവാക്കുന്ന തുകയെന്ന് പറയുന്നത് എത്രയോ വലുതാണ്. മനുഷ്യൻ അവൻ്റെ ശരീരം ആരോഗ്യത്തോട് സൂക്ഷിക്കുന്നതിന് വേണ്ടി ജിമ്മിൽ പോകുന്നത് മുതൽ, അല്ലെങ്കിൽ വ്യായാമങ്ങളിൽ ഇടപെടുന്നത് മുതൽ, ശരീരത്തിൻ്റെ സൗന്ദര്യ വർധനവിന് വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ശരീര സൗന്ദര്യത്തിന് വേണ്ടി മനുഷ്യൻ ചിലവാക്കുന്ന ധനം, അതിനുവേണ്ടി മുടക്കുന്ന പണം, ഇതെല്ലാം നാം നോക്കിയാൽ ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, ശരീരത്തിൻ്റെ മനോഹാരിതയ്ക്ക് വേണ്ടി, ശരീരം ആകർഷണീയമാക്കുന്നതിന് വേണ്ടി മുടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തെ മനുഷ്യൻ അത്രമാത്രം വിലയേറിയതായി കാണുകയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയത്ത് കർത്താവായ യേശുക്രിസ്തു ചോദിക്കുന്നു, ഇതിനേക്കാൾ വലുതല്ലേ ജീവൻ? മനുഷ്യൻ സാധാരണ നിലയിൽ ജീവനെക്കുറിച്ച് അത്രയും ചിന്തിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. കാരണം ഇത് നമുക്കിങ്ങനെ ഔദാര്യമായി ലഭിച്ചിരിക്കുന്ന ജീവൻ, അപ്പോൾ ശരീരത്തിൻ്റെ കാര്യങ്ങൾ ആരോഗ്യം നിലനിർത്തിയാൽ മാത്രമേ ജീവൻ നിൽക്കത്തുള്ളല്ലോ എന്നെല്ലാം പറഞ്ഞ് നാം ശരീരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ഇത് ഏത് കാലഘട്ടത്തിലുമുള്ളതായ മനുഷ്യൻ്റെ ചിന്തയാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സാമ്പത്തികമായി ഉന്നത നിലകളിൽ നിൽക്കുന്ന രാജ്യങ്ങളിലെ ഒന്നും ആളുകൾക്ക് ഇവിടെ കർത്താവ് പറയുന്ന വിഷയം വലിയ കാര്യമായിട്ടുള്ളതല്ല എന്ന് നമുക്ക് തോന്നാം. കാര്യം പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളതായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് ഭക്ഷിക്കുമെന്നുള്ളതല്ല, ഏത് ഭക്ഷിക്കുമെന്നുള്ളതാണ് വിഷയം. കാര്യം പല ഐറ്റംസ് അവൻ്റെ റെഫ്രിജറേറ്ററിൽ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കിച്ചണിൽ തന്നെ ഉണ്ട്. അതിലേത് കഴിക്കും എന്നുള്ളതാണ് വിഷയം അവൻ്റേത്. അതുപോലെ തന്നെ പല വിധത്തിലുള്ളതായ ജ്യൂസും മറ്റു കാര്യങ്ങളും കുടിക്കുവാനായിട്ടുണ്ട്. അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ വിവിധതരം മദ്യം ആളുകൾ വാങ്ങി വയ്ക്കുന്നു. എന്ത് കുടിക്കുമെന്നുള്ളതാണ് മനുഷ്യൻ്റെ വിഷയം. അപ്പോൾ കാരണം ഏത് ബ്രാൻഡ് വേണമെന്നുള്ളതാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. കാരണം ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, മനുഷ്യൻ്റെ വസ്ത്രത്തോടുള്ള ബന്ധത്തിലാണെങ്കിൽ ആവശ്യം പോലെ മനുഷ്യൻ വസ്ത്രം വാങ്ങി കൂട്ടുന്നത് കൊണ്ട് ഏതെടുത്ത് ധരിക്കണമെന്നുള്ളതാണ് വിഷയം. എന്ത് ധരിക്കണം എന്നുള്ളത് അവൻ്റെ വിഷയമല്ല. കാര്യം അതുപോലെ വസ്ത്രം അവൻ്റെ ക്ലോസറ്റിലുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ സാമ്പത്തികമായ ഭദ്രതയുള്ളതായ രാജ്യങ്ങളിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായ കാര്യങ്ങളാണ്. എന്നാൽ ഇന്നും ലോകത്തിലെ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ, ലോകരാജ്യങ്ങളുടെ ഇടയിലേക്ക് നോക്കിയാൽ, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഈ ഏരിയകളിൽ ബുദ്ധിമുട്ടുന്നതായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. ഒരു നേരത്തെ പോലും ആഹാരം സുഭിക്ഷമായി കഴിക്കുവാൻ കഴിയാത്ത, ശുദ്ധജലം കുടിക്കുവാനായിട്ടില്ലാത്തതായ, അതുപോലെ തന്നെ നഗ്നത മറയ്ക്കുവാൻ, പൂർണ്ണമായും നഗ്നത മറയ്ക്കുവാനുള്ളതായ വസ്ത്രമില്ലാതെ ഒക്കെ വിഷമിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇവിടെ ഈ പ്രധാനമായും നാം അറിയേണ്ടത്, നാം ആകുലപ്പെടുന്നതായ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇത് കർത്താവെന്ന് പറയുമ്പോൾ യഹൂദന്മാർക്ക് ശരിക്കും മനസ്സിലാകുന്ന പശ്ചാത്തലമുണ്ട്. കാരണം ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവനറിയാം, സാധാരണ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് പോലെ ആകുലത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണ് എന്ന് യഹൂദനും വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മക്കളെ, പ്രത്യേകിച്ച് ആൺമക്കളെ, ഒരു തൊഴിൽ പഠിപ്പിക്കണമെന്നുള്ളത് യഹൂദന് വളരെ വളരെ നിർബന്ധമുള്ള കാര്യമാണ്. ഒരു യഹൂദ കുടുംബത്തിലൊരു മകൻ ജനിച്ചു കഴിയുമ്പോൾ അവൻ്റെ കുട്ടിക്കാലം മാറി അവൻ യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്തേക്കും അവനെ ഒരു ജോലി ഹൃദയസ്ഥമാക്കി കഴിയും. അതിനർത്ഥം
അവൻ എവിടെ പോയാലും ഏത് സാഹചര്യത്തിൽ പോയാലും കുറഞ്ഞ പക്ഷം കാര്യങ്ങളെല്ലാം പ്രതികൂലമായി മാറിയാൽ പോലും അവൻ പഠിച്ചിരിക്കുന്നതായ ജോലി കൊണ്ടെങ്കിലും അവൻ സർവൈവ് ചെയ്യാൻ കഴിയണം എന്നുള്ള ചിന്തയിലാണ്. അതുകൊണ്ടാണ് വലിയ ധനാഢ്യനായിരുന്ന ഒരു മനുഷ്യന്റെ മകനായി ജനിച്ചതായ പൗലൂസ്, അല്ലെങ്കിൽ ഷൗൽ എന്ന പുതിയ നിയമത്തിൽ ആദ്യം അറിയപ്പെടുന്ന ഷൗൽ, പിന്നീട് പൗലൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലേഖനങ്ങൾ നിരവധി എഴുതിയ പൗലോസ് ഒരു ധനാഢ്യ കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ്. എങ്കിൽ പോലും പൗലൂസിന്റെ ലേഖനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും, ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ അധ്വാനിച്ചു. അപ്പോൾ എന്താണ് അധ്വാനം എന്ന് ചോദിച്ചാൽ കൂടാരപ്പണിയാണ്, ടെന്റ് മേക്കിംഗ് ആയിരുന്നു. പൗലൂസ് പഠിച്ചിരുന്ന പണിയാണത്. അപ്പോൾ ടെന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യം അത് ചെയ്തിരുന്നത് കൊണ്ട് അതിനൂടി തനിക്ക് പണം ലഭിക്കുമായിരുന്നു. അല്ലെങ്കിൽ ടെന്റ് നിർമ്മിച്ചു കൊടുത്താൽ തൻ്റെ കാര്യങ്ങൾ നടക്കുന്നതിനുള്ളതായ പണം അല്ലെങ്കിൽ സമ്പത്ത് ആവശ്യങ്ങൾ അതുകൊണ്ട് മീറ്റ് ചെയ്യാമെന്ന് ഉള്ള അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം അത് പറയുന്നത്. ഇത് ചുരുക്കി പറഞ്ഞാൽ യഹൂദന്മാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാകും, ഒരു തൊഴിലും പഠിപ്പിക്കാതെ മക്കളെ വളർത്തിയാൽ മക്കളെ മോഷണം പഠിപ്പിക്കുന്നു എന്നാണ് ഒരു യഹൂദന്റെ കാഴ്ചപ്പാട്. യഹൂദ സംസാരത്തിൽ ഇപ്രകാരം ഒരു ശൈലിയുണ്ട്. ഒരു ബ്രെഡ് ബാസ്ക്കറ്റിൽ അപ്പം വെക്കുന്ന ബക്കറ്റിൽ ഒരു കഷ്ണമെങ്കിലും അപ്പം നാളെ എന്ത് കഴിക്കും എന്ന് വിചാരപ്പെടേണ്ടതില്ല. കാരണം ഒരു കഷ്ണം അപ്പം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ നാളെ ഈ അപ്പം കഴിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട നാളെ രാവിലെ എന്ത് കഴിക്കും, അപ്പോൾ ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ടല്ലോ അത് കഴിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ആകുലത പെടേണ്ട കാര്യമില്ല എന്നുള്ള ചിന്തയാണ് ഇവരെ ഭരിച്ചിരുന്നത്. നാം ഇത് ചിന്തിക്കുമ്പോൾ നമ്മളിലേക്ക് തന്നെ നോക്കുക. ഞാനിത് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അല്ലെങ്കിൽ ഭക്തിയോടെ ജീവിക്കുന്ന ആളുകൾക്കും ആകുലതയുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ലോകപ്രകാരമുള്ള മനുഷ്യന്റെ ആകുലതയും ചിന്താകുലങ്ങളും ആയിരിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ, വ്യത്യാസങ്ങൾ കണ്ടേക്കാം. എന്നാൽ ഇവിടെ പ്രധാനമായും കർത്താവ് പറയുന്നത് ആകുലതയോടുള്ള ബന്ധത്തിൽ ഒന്നാമത് കർത്താവ് പറയുന്നത് ഈ മനുഷ്യന്റെ അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെക്കുറിച്ചുള്ളതായ അവൻ്റെ ആകുലത, അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട വിഷയം അവൻ്റെ ജീവനാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവൻ എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതായ കാര്യമാണ്. ശരീരവും ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ ജീവൻ എന്ന് പറയുന്നത് ആദിമനുഷ്യനായ ആദമിനെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച് അവൻ്റെ മൂക്കിൽ ദൈവത്തിൻ്റെ ജീവശ്വാസമാണ് ഊതിയത്. അങ്ങനെ ദൈവത്തിങ്കിൽ നിന്നും ജീവൻ പ്രാപിച്ചതായ മനുഷ്യൻ അവൻ്റെ ജീവൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും മാത്രമേ ഞാൻ വന്നത്. ജീവനുള്ളവരോടാണ് കർത്താവ് അത് പറയുന്നത്. അപ്പോൾ അതെന്തോ ജീവനാണ്? ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, ജീവനുള്ള ശ്വസിക്കുന്ന രണ്ട് കാലിൽ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാണ്. ഇപ്പോൾ ജീവനില്ലേ? ഉണ്ട്. എന്നാൽ ആ ജീവൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വന്നതിന് ശേഷമായിട്ട്, അല്ലെങ്കിൽ ദൈവം ഭൂമിയിലേക്ക് അയച്ചതായ തൻ്റെ ഏകജാതനായ പുത്രൻ മുഖേന ഉള്ള ജീവൻ, സമൃദ്ധിയായ ജീവൻ പ്രാപിക്കുന്ന അനുഭവത്തെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം പ്രാപിച്ചതായ അനുഭവം കർത്താവായ യേശുക്രിസ്തു മുഖേന പിതാവായ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചതായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സമൃദ്ധിയായ ജീവന്റെ ഉടമയാണ്. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ആകുലപ്പെടേണ്ടത് ഈ ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, എന്ത് കുടിക്കുമെന്നുള്ളതിനെക്കുറിച്ചല്ല, എന്ത് ഭക്ഷിക്കുമെന്നുള്ളതിനെക്കുറിച്ചല്ല, എന്ത് ധരിക്കുമെന്നുള്ളതിനെക്കുറിച്ചല്ല. കാരണം അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്, നിങ്ങളുടെ ജീവൻ. നിങ്ങളുടെ ജീവനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ഞാൻ നിങ്ങളോട് ഈ വേദഭാഗത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത സഹോദര, നിങ്ങളുടെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സൗന്ദര്യ വർധനവിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടിയും തുഷ്ടിക്ക് വേണ്ടിയും ഒക്കെ നിങ്ങൾ എന്തുമാത്രം ചിലവാക്കുന്നു, നിങ്ങൾ എന്തുമാത്രം സമയം അതിനു വേണ്ടി മാറ്റിവെക്കുന്നു. എന്നാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിങ്ങളുടെ ജീവനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് എന്തുമാത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ, ആത്മീയ വിഷയങ്ങളിൽ നിങ്ങൾക്ക് എത്രമാത്രം സമയം ചെലവഴിക്കാൻ കഴിയുന്നുണ്ട്? ഭൗമികമായി ഈ ശരീരത്തിന് വേണ്ടി, ഈ ശരീരത്തെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി, ഈ ശരീരത്തിൻ്റെ സൗന്ദര്യ വർധനവിന് വേണ്ടി എന്തുമാത്രം സമയം നാം ഓരോരുത്തരും മാറ്റിവെക്കുന്നു? എന്നാൽ കർത്താവ് ഇവിടെ ചോദിക്കുന്ന ചോദ്യം അതിനേക്കാൾ വലുതല്ലയോ ജീവൻ? അപ്പോൾ ആ ജീവന് വേണ്ടി എന്ത് ചെയ്യുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് കർത്താവിൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തി. അപ്പോൾ ഭൗമികമായി നാം എന്ത് കഴിക്കും, എന്ത് കുടിക്കും, അല്ലെങ്കിൽ എന്ത് ധരിക്കും എന്നുള്ളതായ വിഷയത്തെക്കുറിച്ച് വ്യാകുലപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാധാരണ ലോകമനുഷ്യൻ്റെ ചിന്തയാണ്. നമുക്ക് ഈ ആകുലതയെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകളുണ്ട്, സരസമായ കഥകൾ പലതുണ്ട്.
ഒരിക്കലും നിങ്ങൾക്ക് പരിചിതമായ കഥയായിരിക്കാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എങ്കിലും ഞാൻ ഇതിനുള്ള ബന്ധം ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്. വളരെ അതായത് മഴക്കാലത്ത് വളരെ ഒരു നദി കവിഞ്ഞൊഴുകുകയാണ്. ആ നദി കവിഞ്ഞൊഴുകുമ്പോൾ അതിൻ്റെ അങ്ങേക്കരയിൽ ഒരു നായെ ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്, ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് നദിയുടെ അങ്ങേക്കരയിൽ. അപ്പോൾ നദിയുടെ ഇങ്ങേക്കരയിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ കരയുകയാണ്. ആകെപ്പാടെ വിഷമിക്കുന്നു, പുള്ളി ഭയപ്പെടുന്നു, കരയുന്നു. അതിനിടയ്ക്കിടയ്ക്ക് ഞെട്ടി ഈ മനുഷ്യൻ നിലവിളിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു പറഞ്ഞ അദ്ദേഹം പറഞ്ഞു പോലും, ഇതൊരു കഥയാണ്, എന്നാൽ നമ്മുടെ ആകുലതയോട് ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ അതിനകത്ത് അർത്ഥമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പങ്കുവെക്കുന്നത്. അപ്പോൾ അക്കരെ ഒരു നായ നിൽക്കുന്നു, നടുക്കൂടെ വലിയ ഒരു നദി കവിഞ്ഞൊഴുകുന്നു. ഇങ്ങേ കരയിൽ നിന്നുകൊണ്ടാണ് ഈ മനുഷ്യൻ നിലവിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിലവിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പോലും, ഈ നദിയിലെ വെള്ളം അങ്ങ് വറ്റുകയും അങ്ങേ കരയിൽ നിൽക്കുന്ന നായ കെട്ടിയിരിക്കുന്ന ചങ്ങല പൊട്ടുകയും ആ നായ അവിടെ നിന്ന് ഇവിടെ വന്ന് എന്നെ കടിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നിലവിളിച്ചതാന്ന് പറയും. അപ്പോൾ ഓർക്കണം, എന്തൊരു അത്യാവശ്യമുള്ള കാര്യമാണ് ഇത്. സാധാരണ മനുഷ്യൻ കാണിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ, ഉള്ളതിൽ തൃപ്തിപ്പെടുവാൻ കഴിയാതെ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതായ പേടിയിൽ ഇങ്ങനെ ആകുലത വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. നമ്മളിപ്പോൾ നാട്ടിലേക്കുള്ളതായ യാത്ര ഇപ്പം പണ്ടത്തിനേക്കാളൊക്കെ വളരെ എളുപ്പമാണ്. അനേക എയർലൈൻസ് നമുക്കുണ്ട്. അതിനേക്കാൾ സമയം ലാഭം നമുക്കുണ്ട്. പണ്ട് ന്യൂയോർക്കിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ നിന്ന് പോകുന്നവർ ലണ്ടനിൽ എത്തിയിട്ട് പിന്നെ അതിനുശേഷം വേറൊരു പ്ലെയിൻ കയറുന്നു. ഇങ്ങനെയൊക്കെയുള്ള യാത്രയൊക്കെ ഒഴിവായി. ഇപ്പോൾ നമുക്ക് വളരെ ദീർഘദൂരം തന്നെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ പോകുവാനുള്ള സംവിധാനങ്ങളായി. മിഡിൽ ഈസ്റ്റിലോട്ടും മറ്റുമൊക്കെ ചെന്നിട്ട് ദുബായിലോ അല്ലെങ്കിൽ അബുദാബിയിലോ ഒക്കെ ചെന്നിട്ട് പിന്നെ ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റിൽ പോകുന്നു. 14 മണിക്കൂറൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ യാത്ര ചെയ്യുന്നു. നമുക്ക് ന്യൂയോർക്കിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിലെ ഏതെങ്കിലും എയർപോർട്ടിൽ നിന്നോ പ്ലെയിൻ കയറി നമ്മൾ വാസ്തവത്തിൽ റിലാക്സ് ചെയ്ത് പോകേണ്ട ട്രിപ്പാണ്. നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ ഒക്കെ പോകുന്ന സന്തോഷത്തോടെ പോകുന്ന ട്രിപ്പ് നമുക്കൊരു നരകതുല്യമാക്കി മാറ്റാൻ കഴിയും. കാരണം പ്ലെയിൻ കയറുന്ന ആ സമയത്ത് ഇരുന്നു സീറ്റ് ബെൽറ്റ് ഇടുന്ന ആ സമയം മുതൽ ഈ പ്ലെയിൻ അങ്ങ് ചെല്ലുമോ എന്ന് നാം ചിന്തിക്കാൻ തുടങ്ങിയാൽ, ഇത് അങ്ങോട്ട് പൊങ്ങിക്കഴിയുമ്പോൾ ഇതിന് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഇത് അറ്റ്ലാന്റിക്കിൻ്റെ മുകളിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഇതിന് എന്തെങ്കിലും സംഭവിച്ചാൽ, നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 14 മണിക്കൂർ നേരവും അല്ലെങ്കിൽ 16 മണിക്കൂറോ നാം എത്ര സമയം ആ പ്ലെയിനിൽ ഇരിക്കുന്നു അത്രയും സമയം വാസ്തവത്തിൽ നരകതുല്യമായൊരു അനുഭവമായിരിക്കും. കാര്യം നമുക്കൊരു സ്വസ്ഥത ഉണ്ടാകത്തില്ല. കാര്യം നാം ഞാൻ ഇതിൻ്റെ ഈ ഉദാഹരണം നിങ്ങളോട് പറയുന്നത് വലിയ കാര്യമുണ്ടോ, വല്ലോ സാധിക്കാൻ പോകുന്നു, പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നു, ബാക്കി കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് ചെന്നാൽ ചെന്നു, ചെന്നില്ല. നമ്മൾ വിചാരപ്പെട്ടതുകൊണ്ട് ആ സീറ്റിലിരുന്ന് നമ്മൾ ഞെളിവിരി കൊണ്ടതുകൊണ്ട് ഒരു കാര്യവും സാധിക്കുന്നില്ല. നമ്മൾ ഈ സീറ്റിലിരുന്നുകൊണ്ട് ഇതെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നമ്മളിങ്ങനെ പേടിക്കാനും വിറയ്ക്കാനും ഒക്കെ തുടങ്ങിയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് കാരണം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ പലപ്പോഴും നമ്മുടെ ആകുലത ഇതുപോലുള്ള കാര്യങ്ങളാണ്. നാം ചിന്തിക്കുകയാണ് അങ്ങനെ സംഭവിക്കുമോ. നാം കാറെടുത്ത് യാത്ര ചെയ്യാൻ തുടങ്ങുന്ന ഉടനെ, കാറ് സ്റ്റാർട്ടാക്കുന്ന ഉടനെ നമ്മളിൽ ഒരു ഭീതി വരികയാണ്, ഈ പോകുന്ന വഴിക്ക് ഒരു അപകടം ഉണ്ടായാലോ. നാം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ന്യായമായും ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് യാത്ര ആരംഭിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയൊക്കെ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു എന്നല്ലാതെ ആകുലപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. നാം ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഇന്ന് ഭ്രാന്തനായിട്ട് വന്ന് ഒരു തോക്കുമായിട്ട് വന്ന് നമ്മളെ ജോലി സ്ഥലത്ത്, ഇപ്പോൾ വർക്ക് പ്ലേസിലെ ഷൂട്ടിംഗ് ഒക്കെ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന കാലമാണ്, ഒരുത്തൻ വന്ന് തോക്കുമായിട്ട് വന്ന് വെടിവെച്ചാലോ. ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് വിചാരപ്പെടാനേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നു, കുഞ്ഞ് തിരിച്ചു വരുമെന്ന് തന്നെ ഉറപ്പ്. കാര്യം സ്കൂളുകളിലും ഷൂട്ടിംഗ് എത്രയോ നടക്കുന്നു. അപ്പോൾ നാം ഇങ്ങനെ അങ്ങോട്ട് വിചാരപ്പെടാൻ തുടങ്ങിയാൽ, നാം ഇങ്ങനെ അങ്ങോട്ട് ഭാരപ്പെടാൻ തുടങ്ങിയാൽ നമുക്കിതിനെ നേരം കിട്ടത്തുള്ളൂ. പക്ഷേ കർത്താവ് ഇവിടെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് നമ്മളുടെ ജീവൻ എന്ന് പറയുന്ന വിഷയമാണ്. അപ്പോൾ ജീവനോടുള്ള ബന്ധത്തിൽ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവനോടുള്ള ബന്ധത്തിൽ, അതിൻ്റെ നിത്യതയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളിൽ നാം അതിൻ്റെ ക്രമീകരണം ചെയ്തു എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ പിന്നെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല. കാര്യം ദൈവം എൻ്റെ കാര്യം നോക്കിക്കൊള്ളും എന്നുള്ള ഉത്തമമായ ബോധ്യവും ഉത്തമമായ വിശ്വാസവുമാണ് നമ്മളെ അതിനോട് ചേർന്ന് നടത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഈ വിചാരപ്പെടുക അല്ലെങ്കിൽ ആകുലത എന്ന് പറയുന്നതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളോട് നിങ്ങളോട് തുടർന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ എന്തുകൊണ്ട് നാം ഇങ്ങനെ വ്യാകുലപ്പെടുന്നു എന്നുള്ളതാണ്. നവീകരണ കാലഘട്ടത്തിലെ ആളുകളിൽ പ്രധാനപ്പെട്ടതിൽ ഒരാളായിരുന്ന ജോൺ വെസ്ലി ഒരു ദിവസം വീട്ടിൽ നിന്നും ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഒരാൾ പുറകെ ഓടി വന്നിച്ച് പറഞ്ഞു, ജോൺ വെസ്ലി നിങ്ങളുടെ വീട് കത്തിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭക്തനായ ജോൺ വെസ്ലി
തിരിഞ്ഞെന്നേച്ച് പറഞ്ഞു അത് സാധ്യമല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്നയാൾ വീണ്ടും പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ വീട് കത്തിപ്പോയി. അപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞു, അത് സാധ്യമല്ല, എനിക്ക് അങ്ങനെ ഒരു വീടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനോട് ചേർന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വസിക്കാനൊരു ഭവനമുണ്ട്, അത് ദൈവം തന്നതാണ്. ഇനി അത് കത്തിപ്പോയെങ്കിൽ ഞാൻ ആകുലപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നുകൂടെ കുറഞ്ഞു കിട്ടി എന്ന് പറഞ്ഞു. നോക്കണേ, ആ മനുഷ്യൻ പറഞ്ഞത് ഞാൻ എൻ്റെ വീടിനെ കുറിച്ചുള്ള ആകുലത, കാര്യം സാധാരണ എല്ലാ മനുഷ്യനുള്ള ആകുലത വീടിനെ കുറിച്ചുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ദൈവം താമസിക്കാൻ വീട് തന്നു, അത് കത്തിപ്പോയി. അത് കത്തിപ്പോയെങ്കിൽ ഇനി അതിനെക്കുറിച്ച് ആകുലപ്പെടണമല്ലോ, കാര്യം വീടങ്ങ് പോയി. അപ്പോൾ ആ വിഷയം കഴിഞ്ഞു കിട്ടിയല്ലോ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ്. ഇങ്ങനെ ആത്മീയമായ കാഴ്ചപ്പാടോടുകൂടി ഒക്കെ ഈ വിഷയങ്ങളെ കാണുന്നതായ ആത്മീയന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഈ ആകുലപ്പെടുക എന്ന് പറയുന്നത് അതിലെ തെറ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിലുള്ള തെറ്റെന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ യജമാനനിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. കാര്യം ദൈവമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, ദൈവമാണ് നമ്മളെ നടത്തുന്നത്, ദൈവമാണ് എന്നെ സംരക്ഷിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിട്ടും നമ്മൾ വീണ്ടും ആകുലപ്പെടുന്നെങ്കിൽ അതിനർത്ഥം ആ വിഷയത്തിൽ അല്ലെങ്കിൽ ആ ദൈവത്തിൽ, ആ യജമാനനിൽ നമുക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, നമുക്ക് ഈ വിചാരപ്പെടുന്നത് കൊണ്ട് ഒരാവശ്യവുമില്ല എന്നുള്ളതാണ്. കാരണം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമുക്ക് പിതാവ് എന്നുള്ള നിലയിലാണ്. ദൈവം നമുക്ക് പിതാവാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം വിചാരപ്പെടുന്നെങ്കിൽ അതിനർത്ഥം ദൈവം നമുക്ക് പിതാവല്ലെന്നാണ്. അതിന് ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം. കാരണം ഒരു പിതാവിൻ്റെ കയ്യിൽ പിടിച്ചോ ഒരു 4 വയസ്സോ 5 വയസ്സോ ഉള്ള ഒരു കുട്ടി നടക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു പിതാവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുഞ്ഞ് നടക്കുകയാണ്, അല്ലെങ്കിൽ കയ്യിൽ നിറയ്ക്കൊന്ന് വിട്ടാലും പിതാവ് കൂടെയുണ്ട്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു നായയെ കുരച്ചുകൊണ്ട് പെട്ടെന്ന് ചാടി വന്നാൽ ഈ കുഞ്ഞിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കുഞ്ഞ് പെട്ടെന്ന് പിതാവിനോട് അടുത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞ് ചാടി പിതാവിൻ്റെ കയ്യിൽ പിടിക്കുന്നു, അതിൽ കൂടി കാര്യമൊന്നുമില്ല. എന്നാൽ കാരണം അതിനർത്ഥം എൻ്റെ പിതാവിൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളതിൽ നിന്നും ഉളവാകുന്ന ഒരു സുരക്ഷിതത്വ ബോധം ആ കുഞ്ഞിനെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കുഞ്ഞ് ആ സമയത്ത് ധൈര്യമായി നിൽക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ദൈവത്തോട് കൂടെയാണ്, ദൈവം എനിക്ക് പിതാവാണെന്ന് നാം പറയുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ്, ദൈവം എൻ്റെ പിതാവാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, ചിന്തിക്കുന്നുവെങ്കിൽ, നമ്മുടെ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നാം വരുമ്പോൾ അവിടെ നമ്മെ ഭരിക്കേണ്ട ചിന്ത, എനിക്ക് ആകുലപ്പെടേണ്ടതായ കാര്യമില്ല, ദൈവമാണ് എൻ്റെ പിതാവ്, എൻ്റെ ദൈവം എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും എന്നുള്ളതായ ഉറച്ച വിശ്വാസമാണ്. ഇത് ഞാൻ പറയുമ്പോൾ എനിക്കറിയാം ഇതൊന്നും അത്ര എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമല്ല. നാം ഹൃദയസ്ഥമാക്കേണ്ട, അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെയും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലും ഒക്കെ നാം ഹൃദയസ്ഥമാക്കി മാറ്റേണ്ടതായ ജീവിത ശൈലിയാണിത്. മറ്റൊന്ന്, ഇത് ഓരോന്നും ഞാൻ അല്പം കൂടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നിടത്തോളം ക്ലാസ്സിൽ. മറ്റൊന്ന്, ഒരു കാരണവുമില്ലാതെയാണ് ഈ ആകുലത. കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം നാം വിശ്വാസികൾ, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് വന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവനെ വിശ്വാസി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വിശ്വാസികൾ എന്ന് പേര് വിളിക്കുന്നു. അപ്പോൾ വിശ്വാസികൾ എന്ന പേര്, അല്ലെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ആകുലതയുടെ ആവശ്യമില്ല. കാരണം അപ്പോൾ പിന്നെ ആ വിശ്വാസത്തിന് എന്ത് പ്രസക്തി? അപ്പോൾ വിശ്വാസത്തിന് ബലമില്ലാത്തത് കൊണ്ടോ വിശ്വാസം ആഴത്തിലേക്ക് പോകാത്തത് കൊണ്ടോ ആണ് ഈ അവിശ്വാസം അല്ലെങ്കിൽ ഈ ആകുലത അവിടെ കയറി വരുന്നത് എന്നുള്ളതാണ്. നാലാമതായിട്ട് മറ്റൊരു കാര്യം, ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി എന്ന് പറയുന്നത് അവൻ്റെ അവസാന സ്ഥലമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു നിത്യത എന്ന് പറയുന്ന അവൻ്റെ മുമ്പിലുണ്ട്. അല്ലെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യത, ദൈവത്തോടും വിശുദ്ധന്മാരോടും ചേർന്ന് യുഗായുഗങ്ങൾ വാഴുന്ന, അല്ലെങ്കിൽ കൂടെ ആയിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായ അനുഭവം ദൈവവചനം ദൈവമക്കൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ക്ഷണികമായ ഒരു കാലമാണ്. അത് ഇപ്രകാരം മോശ പറയുന്നത് പോലെ 70 അല്ലെങ്കിൽ ഏറെയായാൽ 50. അപ്പോൾ അല്ലെങ്കിൽ അല്പം കൂടെ ദൈർഘ്യം ചിലർക്ക് കിട്ടിയെന്ന് വന്നേക്കാം. എങ്ങനെ വന്നാലും ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ നാം ഈ ഭൂമിയിലായിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം നിത്യതയിലേക്കുള്ളതായ പ്രയാണത്തിലാണ്. അപ്പോൾ നിത്യതയിലേക്കുള്ളതായ ഈ പ്രയാണത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നിത്യതയാണ്. അപ്പോൾ ഈ ലോകത്തിലുണ്ടാകുന്ന നിരാശ, ഈ ലോകത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ,
അല്ലെങ്കിൽ അത് ഉളവാക്കുന്നതായ കാര്യങ്ങൾ ഇതൊക്കെ നമ്മളെ ആകുലപ്പെടുത്തിയാലും, നമ്മൾ അവിടെ അല്ലെങ്കിൽ ആകുലപ്പെടുത്തുന്ന സാഹചര്യം സംജാതമാക്കിയാലും, അപ്പോഴും നാം ധരിക്കേണ്ടത് ഞാൻ നിത്യതയിലേക്കുള്ളതായ യാത്രയിലാണ്. എന്തെങ്കിലും ഇവിടെ സംഭവിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ യാത്രയിൽ സംഭവിച്ചാൽ, അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഉണ്ടായാൽ, അതൊക്കെ നിത്യതയിലേക്ക് എന്നെ അടുപ്പിക്കുന്ന അല്ലെങ്കിൽ നിത്യതയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമാണ് എന്നുള്ളതായ ഉറപ്പാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ ഒന്നാമത് ഞാൻ നിങ്ങളോട് പങ്കിടാൻ ആഗ്രഹിക്കുന്നത്, ഈ വിചാരപ്പെടുക എന്ന് പറയുന്നത് അവിശ്വാസം എന്ന് പറയുന്ന വിഷയം കൊണ്ടാണ് നമ്മളുടെ ഈ വിചാരപ്പെടൽ അല്ലെങ്കിൽ ആകുലത നമ്മളിൽ ഉണ്ടാകുന്നത്. കാരണം നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ പറയുന്നു, അതേസമയം ഒരു പ്രശ്നം ഇങ്ങോട്ട് വരുന്ന ഉടനെ തന്നെ ചഞ്ചലപ്പെടുകയാണ്, ആകുലപ്പെടുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് ആകെപ്പാടെ ഭീതിയാണ്. മറു സൈഡിൽ നിന്നുകൊണ്ട് പറയും എനിക്ക് നല്ല വിശ്വാസം ദൈവം എന്നെ നടത്തുമെന്ന്. ഇത് രണ്ടും കൂടെ ചേർന്ന് പോകുന്നില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം. അപ്പോൾ ഒന്നുകിൽ ആകുലപ്പെടുക, വിചാരപ്പെടുക, അല്ലെങ്കിൽ ഉറപ്പായി ദൈവസന്നിധി നിൽക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളതായ വിഷയങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ മനുഷ്യ നാം പ്രതീക്ഷിക്കാത്ത, നാം ചിന്തിക്കാത്ത, നാം നിരൂപിക്കാത്തതായ കാര്യങ്ങളൊക്കെ നമ്മളെ മുമ്പിൽ വന്നു എന്ന് വന്നേക്കാം. അത് ആകുലത സൃഷ്ടിച്ചു എന്ന് വന്നേക്കാം, അത് അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് വന്നേക്കാം. എന്നാൽ അതിനെ മറികടക്കുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. നാം ഈ ആകുലതകളെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് കർത്താവ് ഇവിടെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാര്യം ഈ ആകുലതയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഇതുപോലുള്ളതായ വിഷയങ്ങൾ സംജാതമാകുമ്പോൾ അത് നമ്മളെ മുക്കിക്കളയാൻ പാടില്ല എന്നുള്ളതാണ് കർത്താവ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അതിനെ ഓവർകം ചെയ്ത് അതിൽ നിന്നും വിജയിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. നാം ഇവിടെ ഓർക്കേണ്ടത്, ഈ ആദ്യത്തെ വാക്യത്തിൽ ഞാൻ വായിച്ചു നിങ്ങളെ കേൾപ്പിച്ചതുപോലെ, നമ്മളുടെ ജീവൻ എന്ന് പറയുന്നതാണ് പ്രധാനം. നമുക്കിവിടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. റോമാലേഖനത്തിലും മറ്റുമൊക്കെ റോമാലേഖനത്തിൽ കാണുന്നത് പോലെ, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അപ്പോൾ അതോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് റോമാലേഖനത്തിലാണ്. കാരണം കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് പിതാവായ ദൈവം മനുഷ്യവർഗത്തിന് നൽകുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ടാണ്, സമ്മാനമായിട്ടാണ് ദൈവം ക്രിസ്തുവിനെ നമുക്ക് നൽകിയത്. അതിനേക്കാൾ വിലയേറിയതൊന്നും പിതാവായ ദൈവത്തിൻ്റെ പക്കലില്ല. ഏകജാതനായ പുത്രൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ അല്ലെങ്കിൽ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകുവാൻ പിതാവിന് പ്രസാദം തോന്നി. അല്ലെങ്കിൽ നമ്മുടെ സമൃദ്ധിയായ ജീവന് വേണ്ടി, നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നതിന് വേണ്ടി തരുവാൻ പിതാവായ ദൈവത്തിന് പ്രസാദം തോന്നി. അങ്ങനെ പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയെങ്കിൽ, നമ്മുടെ ജീവന് വേണ്ടി നൽകിയെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം അതിനേക്കാൾ പിന്നെ ചെറുതാണ്, അതിനേക്കാൾ കുറഞ്ഞ ആവശ്യങ്ങളേ ഉള്ളൂ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പാപമെന്ന് പറയുന്ന വിഷയത്തിൽ നിന്നുള്ള മോചനമാണ്. അപ്പോൾ പാപമെന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് പിതാവായ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ആ നീതീകരണം പ്രാപിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് കർത്താവായ യേശുക്രിസ്തു മുഖേന പിതാവായ ദൈവം സാധിപ്പിക്കുന്നു. അങ്ങനെ ആ നിലവാരത്തിലേക്ക് വന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നതും അവൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നതും അവൻ്റെ അഭിലാഷങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഇതിൻ്റെ താഴെയാണ്. അപ്പോൾ അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി. ക്രിസ്തുവിനെ നിങ്ങൾക്ക് നൽകിയെങ്കിൽ, ഏകജാതനായ പുത്രനെ നിങ്ങൾക്ക് നൽകിയെങ്കിൽ, നിങ്ങളുടെ വിഷയങ്ങൾ അതിനേക്കാൾ വലുതാണ്. നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളെ നിത്യതയിൽ എത്തിക്കുന്നതിന് വേണ്ടി എൻ്റെ ഏകജാതനായ പുത്രനെ ഞാൻ നിങ്ങൾക്ക് നൽകിയെങ്കിൽ, നിങ്ങൾ എന്ത് ഉടുക്കുമെന്ന് വിചാരിക്കുന്നത്, എന്ത് കുടിക്കുമെന്ന് വിചാരിക്കുന്നത്, എന്ത് ഭക്ഷിക്കുമെന്ന് വിചാരിക്കുന്ന ആ വക വിഷയങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് എന്നാണ് കർത്താവ് അവിടെ ചോദിക്കുന്നത്. ശരിയല്ലേ? കാരണം അതിനേക്കാളൊക്കെ എത്രയോ വലിയ ദാനത്തെയാണ് ദൈവത്തെങ്കിൽ നമ്മൾ ഏറ്റുവാങ്ങിയത്, പുത്രനായ ക്രിസ്തുവിനെ. അപ്പോൾ യേശു ക്രിസ്തുവിനെ നമുക്ക് ദാനമായി ലഭിച്ചെങ്കിൽ, ആ ദാനവുമായുള്ള ബന്ധത്തിലേക്ക്, ആ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് നാം വന്നെങ്കിൽ, വാസ്തവത്തിൽ പിന്നെ ഈ ആകുലതയ്ക്കൊന്നും സ്ഥാനമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എൻ്റെ മേലിട്ടുകൊള്ളുകയും. അപ്പോൾ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെടുന്ന ഒരാളിനുള്ള വാഗ്ദത്തമാണ്, ദൈവവചനം നൽകുന്ന വാഗ്ദത്തമാണ്, നിങ്ങളുടെ സകല ചിന്താകുലം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എൻ്റെ മേലിട്ടുകൊള്ളുകയും എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചപ്പാടാണ് ഉണ്ടായിരിക്കേണ്ടത്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ,
അസ്വസ്ഥപ്പെടുത്തുന്ന, വിചാരപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന വിഷയങ്ങളൊക്കെ ഈ ലോകം നമുക്ക് നൽകിയെന്ന് വന്നേക്കാം. എന്നാൽ അതിൻ്റെ നടുവിൽ അതെല്ലാം ഇറക്കി വയ്ക്കുവാൻ കഴിയുന്ന, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന, നമ്മളെ ആകുലപ്പെടുത്തുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഇറക്കി വെക്കുവാൻ കഴിയുന്ന നല്ലൊരു സ്ഥലമാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആകുലങ്ങൾ എല്ലാം എൻ്റെ മേലിട്ടുകൊള്ളുവീനെന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നാം അതും കൊണ്ട് നടക്കേണ്ടവരല്ല, നാം അതും വഹിച്ചുകൊണ്ട് നടക്കേണ്ടവരല്ല. കർത്താവായ യേശു ക്രിസ്തുമായുള്ളതായ സജീവമായ ബന്ധത്തിലേക്ക് വരുവാൻ നിങ്ങൾക്കിടയാകുമാറാകട്ടെ. സമൃദ്ധിയായ ജീവൻ, പിതാവായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സമൃദ്ധിയായ ജീവൻ, പുത്രനായ ക്രിസ്തു മുഖേന ദൈവം വാഗ്ദത്തം ചെയ്ത സമൃദ്ധിയായ ജീവൻ കരഗതമാക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.